പ്രലോഭനങ്ങൾ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എൻ്റെ സ്നേഹ ബഹുമാനമുള്ള ലിയോ 14 മാർപ്പാപ്പ, എൻ്റെ ബഹുമാനമുള്ള എല്ലാ പിതാക്കന്മാരും അറിയണേ, നമ്മളെ സഭ നമ്മൾ ഒന്നായിരിക്കണം, നമ്മൾ സ്നേഹമുള്ളവരായിരിക്കണം. നമ്മൾ ഒന്നായി നിൽക്കുമ്പോൾ നമുക്കെല്ലാം നേടാൻ പറ്റും. നമുക്കല്ലെങ്കിൽ ഒന്നും നേടാൻ പറ്റില്ല. നമ്മൾ പ്രതിസന്ധികളിലോട്ട് നമ്മൾ കടന്നു പോകും. നമുക്ക് ഒന്നിച്ച് നിന്നാൽ നമുക്ക് എല്ലാ വിജയവും നമുക്ക് നേടി എടുക്കാൻ പറ്റും. എൻ്റെ സ്നേഹ ബഹുമാനമുള്ള എൻ്റെ വിൽസൺ സാമുവൽ പിതാവിനെ ഞാൻ ഇപ്പം ഇത്രയും സന്തോഷമായിട്ട് ഞാൻ പറയണം. ഇന്നലെ ഇവിടെ എൻ്റെ ഈ ത്രേസ്യാപുരം പള്ളിയിൽ വിൽസൺ സാമുവൽ പിതാവിൻ്റെ പേര് ഉയർന്നു കേട്ടു. വിൽസൺ സാമുവൽ പിതാവിൻ്റെ ബന്ധുവായ കൊച്ചിൻ്റെ ജ്ഞാനസ്നാനം. അപ്പോൾ അത് കേട്ടപ്പം വിൽസൺ സാമുവൽ പിതാവിൻ്റെ പേര് കേട്ടപ്പോൾ അമ്മയ്ക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല. അമ്മ പെട്ടെന്ന് തുണിയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങ് ഓടിപ്പോയി. പിതാവിനെ കാണാൻ കരുതിയാണ് ഓടിപ്പോയത്. അപ്പോൾ പിതാവിനെ കണ്ടില്ല. പിതാവിൻ്റെ പേര് പറഞ്ഞ് അവിടെ പൂജ നല്ല ഇതായിട്ട് നടന്നു. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് ചോദിക്കുകയും ചെയ്തു, അപ്പോൾ പിതാവ് വന്നെങ്കിൽ മുമ്പ് ഇരിക്കില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ വന്നില്ല. അപ്പോൾ പിതാവ് ആ സമയമാകുമ്പോൾ എന്ത് ചെയ്യും, പിതാവിനെ എനിക്ക് കാണാൻ പറ്റുക തന്നെ. അമ്മ വിശ്വസിക്കുകയാണ്, സമയമാകുമ്പോൾ പിതാവിനെ എനിക്ക് കാണാൻ പറ്റും, പിതാവിനെ ഞാൻ കാണും. അത് സമയമാകുമ്പോൾ, ദൈവത്തിൻ്റെ ആ സമയമാകുമ്പോൾ അത് കണ്ടിരിക്കും. അതങ്ങനെയാണ് മക്കളെ. വചനത്തിൽ അമ്മ വിശ്വസിക്കുകയാണ്, പിതാവിനെ എനിക്ക് കാണാൻ പറ്റുമെന്ന്. എൻ്റെ ചെല്ല മക്കളെ, ഇന്ന് നമ്മളെ പള്ളിയിൽ പൂജ നടത്താൻ വന്ന നെടുവാമ്പളം, ഞാൻ ഇന്നലെ നെടുവാമ്പളം പള്ളിയിലുള്ള ഒരു ഫോട്ടോ ഇട്ടു. ഞാൻ ജനിച്ച നെടുവാമ്പളം അവിടെ പള്ളി. ആദ്യമായി പള്ളിയിൽ കയറുമ്പോൾ എനിക്ക് അടി കിട്ടി. എന്ന് വെച്ചാൽ എൻ്റെ പപ്പ ഭയങ്കര ഹിന്ദു ആയിരുന്നുകൊണ്ട് അവിടെ പള്ളിയിൽ ആദ്യമായി കയറിയപ്പോൾ എനിക്ക് അടി കിട്ടിയ പള്ളി കൂടെ അടിച്ചാണ് കൊണ്ടുവന്നത്. എന്നുവെച്ചാൽ അങ്ങനെയാണ് ഞാൻ ഓടിച്ചാടി നടന്ന പള്ളി. എന്ന് വെച്ചാൽ അവിടെ ട്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ അങ്ങനെ ഓടിച്ചാടി നടന്ന ഞാൻ ജനിച്ച പള്ളി, അവിടെ കൂടുതൽ കളിച്ച് നടന്ന പള്ളി. ആ പള്ളിയുടെ ഫോട്ടോയാണ് ഞാൻ ഇന്നലെ ഇട്ടത്. അപ്പോൾ ഇട്ടപ്പോൾ അവിടെ നിന്നുള്ള ഒരു യുവജനത്തിലെ വൈദ്യൻ, സന്യാസി സഭയിലുള്ള വൈദ്യന് നമ്മളെ കത്തോലിക്ക സഭയിലെ വൈദ്യനാകി, അത് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ പിതാവ്, എൻ്റെ വിൽസൺ സാമുവൽ പിതാവ് തന്നെ അതിൻ്റെ പട്ടം കൊടുത്ത് വന്ന ആ യുവജനത്തിലെ വൈദ്യനാണ് ഇന്ന് നമ്മളെ നെടുവാമ്പളയിലുള്ള പള്ളിയിലുള്ള വൈദ്യനാണ് ഇന്ന് ഈ ത്രേസ്യാപുരത്ത് പൂജ നടത്താൻ വന്നത്. ഒത്തിരി സന്തോഷമുണ്ട് അത് കണ്ടപ്പോൾ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഞാൻ ഇന്നലെ ആ ഫോട്ടോയും അങ്ങ് ഉയർന്നു വന്നു. ഫോട്ടോ ഇട്ടിട്ടാണ് ഇന്നലെ ഞാൻ ഈ പിതാവിൻ്റെ പേര് ഉയർന്നു കേട്ടപ്പോൾ ഞാൻ പള്ളിയിൽ ഓടിയെത്തിയത്. അത് അങ്ങനെ. അപ്പോൾ അത് ഒത്തിരി സന്തോഷം. ഇന്നലെ തന്നെ ആ ഫോട്ടോ ഉയർന്നു വന്നപ്പോൾ അവിടുത്തെ പള്ളിയിലുള്ള വൈദ്യൻ, അവിടുത്തെ യുവജനത്തിലുള്ള ഒരു വൈദ്യൻ ഇവിടെ പൂജ നടത്താൻ വന്നപ്പോൾ ഇനി അത് കേട്ടപ്പോൾ ഇപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അതാണ് മക്കളെ ദൈവ ഇടപെടൽ. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വചനത്തിനനുസരിതമായി നമ്മൾ സത്യസന്ധമായി ജീവിക്കുമ്പോൾ നമ്മളിൽ കൂടി ദൈവം ഇടപെടും. അതാണ് അമ്മ അനുഭവിക്കുന്നത്. ഓരോ ഇത് കാണുമ്പോഴും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ജീവിതത്തിൽ പീഡനങ്ങളും എല്ലാം ഒക്കെ കടന്നു വരുമ്പോഴും നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഓരോരോ വചനത്തിൽ കൂടെ കിട്ടുന്ന സന്തോഷം അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. എല്ലാ മക്കളും വചനത്തിനെ ഹൃദയത്തിൽ സ്നേഹിക്കണം. ഹൃദയത്തിൽ വചനമായ ഇതിനെ നമ്മൾ സ്നേഹിക്കണം. അല്ലാതെ നമ്മൾ വേറെ ഒന്നിനും അല്ല നമ്മൾ സ്നേഹിക്കാനുള്ളത്. വചനത്തിനെ കൊണ്ടുവരുമ്പോൾ നമ്മളെ വീട്ടിൽ സ്നേഹം അത് നമുക്ക് കിട്ടും. അമ്മ 2 പ്രാവശ്യം ഒരു കഥ പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലിൽ കട്ടാക്കി. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അമ്മയ്ക്ക് പീഡനമായിരുന്നു മക്കളെ. അതുകൊണ്ടാണ് ആ ചാനൽ അത് 2 പ്രാവശ്യം ഇട്ടിട്ട് 2 പ്രാവശ്യം എന്നെ കട്ടാക്കി, ഒന്നീ കൊല്ലും അവൻ ചാവും, ഇങ്ങനെയാണ് പീഡനം. അപ്പോൾ ഇങ്ങനെ പീഡിപ്പിച്ചാൽ എന്ത് ചെയ്യണം? ചില ആളുകളെയും ഇങ്ങനെ പീഡിപ്പിക്കുന്നുണ്ട്. ഒന്നീ ഞാൻ ചാവും അല്ലെങ്കിൽ നിന്നെ കൊല്ലും, ഒന്നീ ഞാൻ ചാവും നിങ്ങൾ, ഇങ്ങനെ പറയുമ്പോൾ അതൊരു പീഡനമാണ് മക്കളെ. നമ്മൾ അടുത്തവരെ നന്നാവാനും വിടൂല, വളരാനും വിടൂല, അവരെ ജീവിക്കാൻ താമസിക്കാത്ത ഒരു പീഡനമാണ്. ഇങ്ങനെ ആരെങ്കിലും പറയാമോ? പറഞ്ഞുകൂടാ. ഇങ്ങനെയൊന്നും ആരെയും പറഞ്ഞുകൂടാ. എനിക്ക് ഇവിടെ ഉള്ള ഒരു മതിലൊരു ഈ വീട്ടിനല്ല, കുറച്ച് അങ്ങോട്ട് ഒരു മതിൽ ഹൈറ്റ് കയറിയ മതിൽ, അവിടെ ഉള്ള ചുറ്റുമുള്ള ആൾക്കാർ പൊളിക്കുന്ന ആൾക്കാരാണ് മക്കളെ. അവരെ പേരൊന്നും പറഞ്ഞ് ഞാൻ കഥയെ പറയണില്ല. എന്നാലും ഞാൻ പറയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോവുക, പോലീസ് സ്റ്റേഷനിലോ പിതാവിൻ്റെ അടുത്ത് പോവുക. ഈ കഥ ഇനി വന്നാൽ ഞാൻ ഡിലീറ്റാക്കി കളയൂല. എന്ന് വെച്ചാൽ ഇത് 3ാമത്തെ പ്രാവശ്യം ഇടയാണ് കഥ എനിക്ക് പറഞ്ഞേ പറ്റൂ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് എൻ്റെ ജീവിതത്തോട്ട് വന്ന കഥ. അത് എൻ്റെ യേശു ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ, എൻ്റെ മോൻ ഉണ്ടായിരുന്നപ്പം ഈ അമ്മച്ചി ആഹാരം വെച്ച് കൊടുക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി അച്ഛൻ അവിടെ പൂജ നടത്തുമ്പോൾ പറഞ്ഞായിരുന്നു, പ്രവചിക്കാൻ കഴിവുകൊണ്ട് ഇനി പ്രവചിക്കാൻ ഇറങ്ങുന്നു. വല്ലവരെയും വീട്ടിൽ പോകുമ്പോൾ ഇവിടെ അടിയാണ് കിട്ടുന്നത്. ഒരിക്കൽ 1-2 വീടുകളിൽ പോയപ്പോൾ 1-2 പറഞ്ഞ് മോൻ ഉറങ്ങിക്കിടക്കുകയാണ്, പ്രാർത്ഥിക്കാൻ പറ്റൂല, ഭയങ്കര രോഗം പിടിച്ചവരാണ്, ഇങ്ങനെയൊക്കെ പറയണം. അങ്ങൊന്നും പോണ്ട എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാണ്. എന്ന് വെച്ചാൽ അങ്ങ് പോയി അവർ പ്രാർത്ഥിക്കാന്ന് പോയാൽ ഇവിടെ കൂടെ ഉള്ളവർ അടിക്കും, അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പം
അവർക്ക് ഇഷ്ടമുള്ളവരെ പ്രാർത്ഥിക്കാൻ പോകും, അച്ഛൻ പോയി അവർക്ക് ഒരു കുഴപ്പമില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ഈഗോ പിടിച്ച ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ എവിടെ പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാതെ അങ്ങനെ ഇരിക്കുകയാണ്. പ്രവചിക്കാൻ കഴിവുണ്ടെങ്കിൽ 5-6 പേര് അത് ഞാൻ സുഖം കൊടുത്താലേ അവർക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ കരയുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അമ്മച്ചി അച്ഛൻ സുഖമായിരിക്കണമെന്ന്, വൈദ്യൻ സുഖമായിരിക്കണമെന്ന് ഞാൻ ഈ അമ്മച്ചി ആഹാരം വെച്ച് കൊടുക്കണം അമ്മച്ചിയുടെ കേൾക്കുമായിരുന്നു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു അച്ഛൻ കരയുകയാണ്. എന്തിനാ അച്ഛൻ കരയണമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് അച്ഛൻ ഒരു വീട്ടിൽ ഒരു രോഗിക്ക് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ 3-4 പ്രാവശ്യം അച്ഛൻ ഓടി പ്രാർത്ഥിച്ചിട്ട് ഒരു സുഖവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ സങ്കടപ്പെട്ട് കരയാണെന്ന് പറഞ്ഞു എൻ്റെ ഓടി. അത് കേട്ടോണ്ട് എൻ്റെ മോൻ കരയാണോ, എൻ്റെ യേശു കരയാണോ എന്ന് കേട്ടോണ്ട് ഞാൻ എന്തേലും ഓടിച്ചെന്ന് പള്ളിയിൽ പോയി കുർബാന എടുത്തിട്ട് ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ അവൻ അന്ന് തന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ തുടങ്ങി. ഞാൻ അറിയുന്നില്ല, അത് റോഡിൽ ആളുകൾ പറഞ്ഞാണ് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയാതെ തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ പോയി. അപ്പോൾ ഭർത്താവ് ഒക്കെ എല്ലാവരും നാട് മൊത്തം അവർ തന്നെ പറഞ്ഞറിയിച്ചു, ഞാൻ ഒന്നും അറിഞ്ഞ കാര്യമേ ഇല്ല. അപ്പോഴങ്ങനെ ഞാനും അറിഞ്ഞു, നീ പ്രാർത്ഥിക്കാൻ പോയി അങ്ങനെ സുഖം കിട്ടിയെന്ന് ഞാനും അറിഞ്ഞു. അപ്പോൾ അതിനുശേഷം അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി അങ്ങനെ നല്ലത്. അത് അമ്മയുടെ ജീവൻ എടുത്തിട്ടാണ് അവൻ്റെ ജീവനെ കൊടുക്കാൻ അമ്മ അന്ന് പ്രാർത്ഥിച്ചത്. അങ്ങനെ അവന് സുഖം കിട്ടി. അപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു, എൻ്റെ ജീവനെ എടുക്കാൻ ഞാൻ പ്രാർത്ഥിച്ചാലും ദൈവം അവന് സുഖം കൊടുത്തല്ലോ എന്നത്. അപ്പോൾ അമ്മയുടെ ജീവൻ എടുത്തിട്ടാണ് അവൻ്റെ ജീവനെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ എൻ്റെ ജീവനെ ഇതുപോലെ എടുക്കാൻ കരുതി ഈ കല്യാണ വീട്ടിൽ പോയി എൻ്റെ വിൽസൺ സാമുവൽ പിതാവ് വന്ന് നടത്തിയ ഒരു കല്യാണമായിരുന്നു അന്ന്. അത് ഇപ്പം ഈ കൊച്ചിൻ്റെ ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞ ആ കൊച്ചിൻ്റെ കൊച്ചിൻ്റെ അമ്മയ്ക്ക് ആണ് കല്യാണമായിരുന്നത്. ഇവിടെ വിൽസൺ സാമുവൽ പിതാവിൻ്റെ ബന്ധു കൂടിയാണ്. അപ്പോൾ അവരെ വീട്ടിലുള്ള കല്യാണത്തിനാണ് എനിക്കിങ്ങനെ ഒരു ഇങ്ങനെ സംഭവിക്കാൻ, കെട്ടൊക്കെ കഴിഞ്ഞ് പിതാവൊക്കെ വന്നാണ് ആ കല്യാണം നടത്തിയത്. പിതാവ് വന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് അവരെ വണ്ടിയിൽ, അവരെ ട്രാവൽസിൽ ആ വണ്ടിയിൽ കയറി മണ്ഡപത്തിൽ പോയി ഇറങ്ങുമ്പോൾ എല്ലാവരും ഇറങ്ങി അങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ കൊച്ച് എൻ്റെ കയ്യിൽ പിടിച്ചിങ്ങനെ വരും. ഒരു നിർത്തിയിരുന്ന വണ്ടിയാണ്, നിർത്തിയിട്ടിരിക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനും അങ്ങ് നടന്നു പോയായിരുന്നു. നിർത്തിയിരുന്ന വണ്ടിയാണ് പിറകോട്ട് എടുത്ത് എനിക്ക് അപകടം വരുമായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ വീഴുന്ന കാര്യം കൊച്ചൊക്കെ എൻ്റെ കൈ തെറിച്ച് അങ്ങ് പോയി. എന്നിട്ട് ആളുകളെല്ലാം പേടിച്ചു പോയി. എന്ന് വെച്ചാൽ അത്രയ്ക്ക് എന്നെ ഇടിക്കുന്നത് എൻ്റെ മുമ്പ് കൊണ്ട് അങ്ങ് നിർത്തി. ദൈവത്തിൻ്റെ ആ ഒരു ഇത് അപ്പോൾ എന്നെ പരീക്ഷിക്കുകയായിരുന്നു മക്കളെ. ഈ ദൈവത്തിനെ പരീക്ഷണങ്ങൾ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ പരീക്ഷണം പിശാചുക്കൾ യേശുവിനെ മലമുകളിൽ കൊണ്ട് നിർത്തിയിട്ട് ചാടി മരി എന്നൊക്കെ ഉള്ള ആ വചനം, അതുപോലത്തെ പരീക്ഷണങ്ങളായിരുന്നു. അപ്പോൾ അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അത് സംഭവിച്ചു. അപ്പോൾ അത് ആളുകളെല്ലാം പേടിച്ച്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു ഈ കൊച്ചിനെ ആരും നോക്കുമായിരുന്നു എന്നാണ് ആളുകളെല്ലാം പേടിച്ച് ഞെട്ടി അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇത് സങ്കടം വന്നതെന്ന് വെച്ചാൽ ഞാൻ അപ്പോഴതിനാ പറയാണ്, ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥനയാണ് ഒരു വ്യക്തി വേണ്ടി പ്രാർത്ഥിച്ചത്. എൻ്റെ ജീവനെ എടുത്തിട്ട് അവൻ്റെ ജീവനെ കൊടുന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ജീവനെടുക്കാൻ വന്നതായിരിക്കും, എന്നെ പരീക്ഷിക്കാൻ വന്നതായിരിക്കും എന്ന് ഞാൻ ഉടനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ഞാൻ വരികയാണ്. ഇവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമല്ലോ. ഈ രോഗം സൗഖ്യം കിട്ടിയതിന് വേണ്ടി യേശു പോയതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ പോയി ഒരു തെളിവ് വേണമല്ലോ, എനിക്ക് തെളിവ് വേണമല്ലോ, നിങ്ങൾക്ക് തരാം. അപ്പം എൻ്റെ മക്കളോട് പറഞ്ഞ് നിങ്ങൾക്ക് ആഹാരത്തിനും വീട് വയ്ക്കാനൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ സഹായിക്കാമെന്ന് ഫോട്ടോ എടുത്തു. അവൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ഫോട്ടോ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിർബന്ധമായിട്ട് ഞാൻ ഇത് യൂട്യൂബിൽ ഇടുമെന്ന് അവനോട് പറഞ്ഞു. ഇല്ല എടുക്കല്ലേ എന്ന് അവൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇടുമെന്ന്. അപ്പോൾ എന്നിട്ട് ഞാൻ ഇനി എൻ്റെ അവിടെ ഹൈറ്റ് കൂടി ആ മതിലിൽ അവിടെ പശുവുണ്ട്, പശുവിന് വെള്ളം കൊടുക്കാൻ വന്നു. അപ്പോൾ അവൻ്റെ ചേട്ടൻ്റെ ഭാര്യയോട് പറഞ്ഞു വിട്ടിരിക്കുകയാണ്, നീ അത് ഇട്ടാൽ നിൻ്റെ ജീവിതം തകർക്കും. എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോണാണ്. ജോണിൻ്റെ കൂടെ പറഞ്ഞു കൊടുത്തു എൻ്റെ ജീവിതം തകർക്കും എന്ന് വന്ന് എൻ്റെ കൂടെ പറഞ്ഞു. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഇട്ടില്ല. കഥ പറഞ്ഞു, പേര് പറഞ്ഞ് കഥ പറഞ്ഞു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് എനിക്കത് വിഷമം വന്ന ഒരു കാര്യമാണ്. കുടുംബജീവിതം തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി വന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. കുടുംബജീവിതം എന്ന് പറയുമ്പോൾ തിരുക്കുടുംബം, അതിനെ ആർക്കെങ്കിലും തകർക്കാൻ അവകാശം ഉണ്ടോ മക്കളെ? ഇല്ല. അത് ദൈവത്തിന് മാത്രമേ നമ്മളെ പിരിച്ചു കൊണ്ടുപോയിട്ടുള്ള അല്ലാതെ മനുഷ്യർക്കായിട്ട് ആ ജീവിതത്തിന് തകർക്കാൻ ആർക്കും അവകാശമില്ല. അങ്ങനെ ഒരു ഇതാണ് വന്ന് എൻ്റെ കൂടി പറയാനുള്ളത്, എൻ്റെ കുടുംബജീവിതത്തെ തകർക്കും. അത് എനിക്കൊത്തിരി വിഷമമായി. അത് ആക്ക് കേട്ടാൽ അങ്ങനെ വിഷമം തന്നെ വരും മക്കൾ. അത് അത്രയ്ക്കുള്ളത്. എൻ്റെ ജീവനെ ഒടുക്കം വിട്ടിട്ട് എന്ത് ചെയ്തു, അവൻ്റെ വീട്ടിലുള്ള ഒരു ജീവനെ എടുത്തോണ്ട് പോയി. അതാണ് കഥയിലുള്ള ഇത്. എന്നുവെച്ചാൽ എൻ്റെ ജീവനെ കറങ്ങി വന്നിട്ട് പിന്നെ ആ വീട്ടിലുള്ള ഒരു കൊച്ചിനെ കൊണ്ടുപോയി. അത് കൊണ്ടുപോയതിന് ദൈവത്തിന് ഇഷ്ടം അവനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ കൊണ്ടുപോയതിന് നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കഥ പറഞ്ഞതുകൊണ്ടാണ് എന്നെ ഇത്രയും അധികം പീഡനവും എന്നെ കൊല്ലുമെന്നും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കാണാം. എന്നുവെച്ചാൽ അത് കഥയാണ്. അത് ഇനിയിപ്പം മരിച്ചവർ തിരിച്ചു വരൂ. കഥ പറഞ്ഞാലും പറഞ്ഞില്ലല്ലോ, എൻ്റെ ജീവനെ എടുത്താലും എനിക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റൂല. അങ്ങനെയാണ്. എൻ്റെ ജീവനെ എടുത്തിട്ട് അവൻ്റെ ജീവൻ എടുക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് തന്നെ ഒരു ജീവന ദൈവം കൊണ്ടുപോയായിരുന്നു. അതാണ് മക്കളെ ജീവിതം. ഇവർ മനസ്സിൽ ഒരു
എന്നുവെച്ചാൽ ഈ കഥ ഞാൻ യൂട്യൂബിൽ ഇട്ടതുകൊണ്ട് ശനിയാഴ്ച ഇരുന്ന് രാവിലെ ഞാൻ പൂജയ്ക്ക് പെയ്യായിരുന്നു. പെയ്യപ്പോഴും അവിടെ തിരക്കൊന്നുമില്ല. ശനിയാഴ്ച ഇരുന്ന് വെച്ചാൽ മാതാവിൻ്റെ ദിവസം വെച്ചാണ് നമ്മളിവിടെ പ്രാർത്ഥനയും പൂജയൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ആ വീട്ടിലൊരു ഗൾഫുകാരൻ്റെ ഭാര്യയുണ്ട്, എന്നെ ചവിട്ടിക്കൊണ്ടാണ് പോയത്. ഞാൻ ഇത് യൂട്യൂബിൽ ഇട്ടതുകൊണ്ട്. എന്നിട്ട് അവരൊക്കെ ഗൾഫിലിരിക്കണം, അവർക്കൊക്കെ സഹായിക്കാം. ഇങ്ങനെ കിടക്കുന്ന ഒരു വ്യക്തിക്ക് അവരൊന്നും ഒന്നും കൊടുക്കില്ല. എന്ന് വെച്ചാൽ അവർ അവിടെ ആരെങ്കിലും കൊടുക്കണമെങ്കിൽ ഇവർ വേണമെങ്കിൽ എടുത്തോണ്ട് വെച്ചതിന് അങ്ങനെയുള്ള ആൾക്കാരാണ്. അത്രയ്ക്ക് ഇളയത് മൂത്തെന്ന് പറയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിക്കാനുള്ളവരാണ്. എന്ന് വെച്ചാൽ അവർ ഉണ്ടിരുന്നിട്ടും കൊടുക്കണില്ല. അവരെ വീടുകൾ വയ്ക്കാനും അവരെ പണികൾ ചെയ്യാനും ഒക്കെ അവർക്കുണ്ട്. ഇങ്ങനെ കിടക്കുന്ന അവരെ ഇളയതാണ്, അനിയനാണ്, അവരുടെ കുടുംബത്തിൽ അവരെ ചോരയാണ്. അത് അവർ എന്നെ കൊടുത്ത് സഹായിക്കണം. അവൻ യൂട്യൂബിലിടുമ്പോൾ ഇട്ടുള്ള പൈസ അവൻ വേണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളൊരു സഹായം അവന് വേണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെ ചേച്ചി വാങ്ങിച്ച് തരണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വ്യക്തിക്ക് ഇനി നമ്മൾ കൊടുക്കണ്ട. അപ്പോൾ ഇതിന് മരിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് ഞാൻ ഉത്തരവാദിയില്ല മക്കളെ. നാട് മൊത്തം നിങ്ങൾ അറിയുക. അവൻ എന്തെങ്കിലും ചെയ്താൽ അത് എൻ്റെ മാരേജ് വെച്ചിട്ട് ചെയ്താൽ ഞാൻ ഇതിന് കട്ടാക്കാൻ കാരണമേ അവൻ്റെ ജീവൻ അവൻ എടുക്കുമെന്നാണ്. എൻ്റെ ജീവനെ എടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് വിഷമമില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് സുഖം കിട്ടിയ ഒരു വ്യക്തി അവൻ മരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഈ യൂട്യൂബിൽ ഇനി ഇത് ഇടുമെങ്കിൽ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ 2 പ്രാവശ്യം കട്ടാക്കുക. ഇനി ഇതിന് ഞാൻ ഉത്തരവാദിയാണോ അവൻ മരിക്കണമെങ്കിൽ? ഇതൊരു പീഡനമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പീഡിപ്പിക്കുന്നത് അതൊരു പീഡനമാണ്. അങ്ങനെ പറയാൻ പാടില്ലാത്ത. പിന്നെ അങ്ങനെയാണ് മക്കളെ ജീവിതം. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളെല്ലാം സുഖമായിരിക്കണേ. നിങ്ങളെല്ലാം കരുണയുടെ സഹായം ചെയ്യണം മക്കളെ. നിങ്ങളെല്ലാം ഈ അമ്മ വഴി കരുണയുടെ സഹായം ചെയ്യണം. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും, എല്ലാ നന്മകളും നിങ്ങൾക്ക് ഉണ്ടാവും. അമ്മ പ്രാർത്ഥിക്കാൻ. എൻ്റെ ചെല്ല മക്കളെ അമ്മ വയ്ക്കുകയാണ്.